ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരം ജഗതിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറ് കത്തി നശിച്ചു. കാറിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ആശ്വാസം. കുറ്റാണിക്കാട് സ്വദേശി രാധാകൃഷ്ണൻ നായർ, ഭാര്യ ജയലളിത എന്നിവരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. റാഹിസ് റഷീദ് ഉണ്ട്. റാഹിസ് റഷീദ്, മാരുതിയുടെ ഒരു കാറാണ്. എന്താണ് സംഭവിച്ചത്? വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ പുക വരുന്നത് കണ്ട് വാഹനം സൈഡിൽ ഒതുക്കി രാധാകൃഷ്ണൻ നായരും ജയലളിതയും ഇറങ്ങി. അതുകൊണ്ട് മാത്രം നമുക്ക് വലിയ അപകടം ഉണ്ടായില്ല അല്ലേ? എന്താ സംഭവിച്ചത്? അരുൺകുമാർ, ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഈ കാണുന്ന കാറാണ് കത്തി നശിച്ചത്. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണൻ നായരും ഒപ്പം ഭാര്യ ജയലളിതയും കൂടി ക്യാമ്പിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയായിരുന്നു. അതിനിടയിലാണ് ജഗതി പാലം കഴിഞ്ഞ് മുന്നോട്ട് ആ സിഗ്നലിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ കത്തിയത്. രാധാകൃഷ്ണൻ നായർ ഉണ്ട്. അദ്ദേഹം അല്ല ഇത് എന്താ സംഭവിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഓടി വരുമ്പോൾ പോകണ്ടു, ഇടതുവശത്ത് പോകണ്ടു, ഉടനെ തന്നെ ഇടതുവശത്ത് ഒതുക്കി നിർത്തി. ഇടതുവശത്ത് ബോണറ്റിൽ നിന്ന് പോകുമോ? അപ്പൊ തന്നെ പെട്ടെന്ന് ചാടി ഒതുക്കി നിർത്തി. വൈഫിനെ ഇറങ്ങി, ഞാനും അങ്ങ് ഇറങ്ങി. ഇറങ്ങിയിട്ട് വെള്ളം കോരി ഒഴിച്ചു. അണഞ്ഞില്ല. അങ്ങനെയാണ് കത്തി പെടന്നു. ഇപ്പം കൊടുക്കണ്ടായിരുന്നു, വൈകുന്നേരത്തെ കൊടുത്താൽ മതിയായിരുന്നു. ഇല്ല, കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ലല്ലോ. ഇപ്പൊ ആളുകൾ, അറിയാവുന്ന ആളുകൾ കണ്ടാലും ചേട്ടനൊരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതാണ്. ഇനി ഈ വണ്ടിക്കകത്ത് അരുൺകുമാർ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയില്ല. കുറച്ച് വയറിങ് പോയതിൻ്റെ അത് ചെമ്പായി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൃശ്യങ്ങൾ നോക്ക്. അതിൻ്റെ അകത്ത് സീറ്റ് ഇരുന്ന ഭാഗം ഒരു ഭാഗവുമില്ല. ഒരു കുറച്ച് പഴയ കാറായിരുന്നു. പക്ഷേ കാറിന് വേറൊരു പ്രശ്നവുമില്ലായിരുന്നു. കണ്ടീഷൻ കാറായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാർ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അവർ രണ്ടും ഇറങ്ങി മാറി. ഏത് വണ്ടിയായിരുന്നു അത്? മാരുതിയുടെ ഏത് വണ്ടിയായിരുന്നു അത്? മാരുതിയുടെ ഏത് വണ്ടിയായിരുന്നു സാറേ? അല്ല, ആൾട്ടോ അല്ല, മാരുതിയുടെ ഒരു വണ്ടിയായിരുന്നു. നമുക്ക് ചേട്ടാ, ഇത് ഏത് വണ്ടിയായിരുന്നു? സെന്നെസ്റ്റിലോ. അരുൺകുമാർ, സെന്നെസ്റ്റിലോ വണ്ടിയായിരുന്നു. കുറച്ച് പഴയ വണ്ടിയാണ്. പക്ഷെ വേറെ ഇതിനു മുമ്പ് എന്തെങ്കിലും കണ്ടീഷൻ പ്രശ്നം ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. എന്തായാലും പാലം കഴിഞ്ഞ ഉടനെ, പുക കണ്ട ഉടനെ, അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്, പെട്ടെന്ന് തന്നെ വണ്ടി സൈഡിലേക്ക് നിർത്തിയും ചാടി രണ്ടുപേരും ഇറങ്ങുകയാണ് ചെയ്തത്. ഇവിടെ കുറച്ച് ഈ തൊഴിലാളികളൊക്കെ കുറേയധികമുള്ള ഒരു സ്ഥലമാണ്. ലോഡിംഗ് തൊഴിലാളി, അൺലോഡിംഗ് തൊഴിലാളികളൊക്കെ, അവരൊക്കെ കൂടി പെട്ടെന്ന് ഓടി വന്നു. തൊട്ടിപ്പുറത്തൊരു ഫ്ലാറ്റുണ്ട്. ഫ്ലാറ്റിൽ നിന്ന് ഒക്കെ വെള്ളമെടുത്ത് ഇത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തിയതിന് ശേഷം തീ അണച്ച് മാറ്റി. ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഒക്കെ സംഭവ സ്ഥലത്തുണ്ട്. ഇതാ താഴേക്ക് കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീടിൻ്റെ മുമ്പിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ആ വണ്ടി ഒന്ന് മാറ്റിയിട്ടാലേ, ഓഫീസ് സമയമൊക്കെയാണ്, ആളുകൾക്ക് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുണ്ട്. അതുകൊണ്ട് അത് മാറ്റിയിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. വലിയൊരു ദുരന്തത്തിൽ നിന്ന് പെട്ടെന്ന് പുക വന്നതുകൊണ്ട് ഇവർക്ക് പെട്ടെന്നൊരു സിഗ്നൽ കിട്ടി. അതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതിൽ ഒറ്റയടിക്ക് കത്തുകയായിരുന്നെങ്കിൽ അപകടമുണ്ടായിരുന്നു. പക്ഷെ പുക കണ്ട ഉടനെ അദ്ദേഹം വണ്ടി ഒന്നിനും കൊള്ളൂല, എല്ലാം പോയി, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പോയി ആ വണ്ടിയുടെ. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. സെന്റെസ്റ്റിലോ എന്ന കാറാണ്. പക്ഷേ രണ്ടുപേരും രക്ഷപ്പെട്ടു. പുക വരുന്നത് കണ്ട ഉടനെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ പുകയൊക്കെ വരുന്നത് കണ്ടാൽ കുറച്ച് ദൂരം കൂടെ പോയിട്ട് നിർത്താമെന്ന് കരുതരുത്. അവിടെ തന്നെ സൈഡിലേക്ക് ഒതുക്കുക. രാധാകൃഷ്ണൻ ഒതുക്കിയതുപോലെ പുറത്തിറങ്ങി നിൽക്കുക. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകളിൽ നിന്നൊക്കെ തീ പിടിക്കുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. ചില കാറുകളിലൊക്കെ ചില ഇലക്ട്രിക്കൽ ആൾട്ടർനേഷൻ, ചില മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നു. അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ പുക വരുന്നത് കണ്ടാൽ പുറത്തിറങ്ങി നിൽക്കുക. അല്ലെങ്കിൽ കട്ടപ്പുകയാവും കേട്ടോ.